കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തില് ഞങ്ങള് രോഗമുള്ള വിവിധ ഇടങ്ങളിലെ ഞങ്ങളുടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. പ്രാർത്ഥനയുടെ ഈ നിമിഷം വിശ്വാസ സഹസ്രങ്ങള് നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം കർത്താവേ, ഞങ്ങളുടെ കൈകളെ അങ്ങയുടെ കൈകളായി തിരുമുറുവാർന്ന അത്ഭുതകരങ്ങളായി മാറ്റണമേ. അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ ദൈവിക ശക്തി ഈ നിമിഷം ഞങ്ങൾ ഇറങ്ങി വസിക്കട്ടെ. ഞങ്ങൾ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. ഞങ്ങൾ പൂർണ്ണമായി വിടുതൽ പ്രാപിക്കട്ടെ. ഹൃദയ രോഗികളെ ഹൃദയഭാഗങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കരൾ രോഗികളെ ഹൃദയത്തിൻ്റെ അടിയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഉദര രോഗികളെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. മക്കളില്ലാത്തവരെ, സിസ്റ്റ് രോഗികളൊക്കെ ചെറുകുടലിൽ കുരുക്കമുള്ളവരും ഗർഭാശയത്തിൽ മുഴകളുള്ളവരൊക്കെ ഊടിന് താഴെ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കണം. കിഡ്നി രോഗികൾ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. സ്പോണ്ടിലോസിസിൻ്റെ അസുഖമുള്ളവർ, തൈറോയ്ഡ് രോഗികൾ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ശിരസ് രോഗികൾ, ശിരസ് സംബന്ധമായ രോഗമുള്ളവർ, ശിരസിൽ മാറാത്ത തലവേദന ഉള്ളവർ, അതുപോലെ പഠിക്കുമ്പോൾ ബുദ്ധി ഓർമ്മശക്തി കുറഞ്ഞുള്ളവരൊക്കെ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. മുടി കൊഴിഞ്ഞു പോകുന്നവർ ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കണം. എല്ലാം കർത്താവ് തന്നതാണ്. കർത്താവ് തന്നു, കർത്താവ് എടുത്തു വന്ന് ജോബ് പറയുമ്പോഴേ എടുത്ത കാര്യങ്ങൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് ജോബിന്. നിനക്കും തിരിച്ചു തരുമെന്നാണ് കർത്താവ് പറയണത്. ശ്രദ്ധിക്കട്ടെ. ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, വാദരോഗികള് കർത്താവിന്റെ നാമത്തിന് സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവര്, ചെവിക്ക് കേൾവിക്കുറവുള്ളവര്, വായുനാറ്റമുള്ളവര്, പല്ല് കൊഴിയുന്നവര്, പല്ലിന് വേദന ഉള്ളവര്, തൈറോയ്ഡ് രോഗികള്, ക്യാൻസർ രോഗികള്, ത്വക്ക് രോഗികള്, കർത്താവ് ഞരമ്പുകൾക്ക് ബ്ലോക്കുള്ളവര്, ഞരമ്പുകളുടെ സിസ്റ്റ് വളരുന്നവര്, ഹൃദയ രോഗികള്, കരൾ രോഗികള്, പാൻക്രിയാസിന്റെ രോഗമുള്ളവരെ, നടുവേദനക്കാര്, അസുഖമുള്ളവരെ, കിഡ്നി രോഗികള്, യേശുവിന്റെ നാമത്തില് പെരിക്കോസ് രോഗികള്, വിസർപ്പ രോഗികള്, ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിന്റെ രക്തം നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിന്റെ രക്തം നിറയട്ടെ. സ്രാവരോഗികള്, ലൈംഗിക ശേഷിയില്ലാത്തവര്, സ്രാവരോഗികള്, ലൈംഗിക ശേഷിയില്ലാത്തവര്, മാറാത്തവര്, രക്തസ്രാവരോഗികള് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ഉറക്കമില്ലാത്തവര് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ഡിപ്രഷനുള്ളവര്, രോഗികള്, ശാസിക ബാധയുള്ളവര് യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. രോഗികള്, വേദികള് യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. നമ്മൾ ഓരോ വിഷയങ്ങളും ഉടമ്പടിയിൽ വസിക്കുന്ന ഓരോ വിഷയങ്ങളും, ചിലര് IELTS പോലെയുള്ള മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ ചെയ്യാൻ പോകുന്നവരുണ്ട്. ചെയ്ത് റിസൾട്ട് വാങ്ങാൻ കാത്തിരിക്കുന്നവരുണ്ട്. +1 തൊട്ടുള്ള റിസൾട്ടുകൾ, പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും എല്ലാ തരത്തിലുള്ള പ്രൊഫഷണലും നോൺ പ്രൊഫഷണലുമായിട്ടുള്ള പരീക്ഷകൾ, MD പരീക്ഷകൾ കഴിഞ്ഞു, എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞവരുണ്ട്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ. അവിടെ കഴിവ് കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട് അവർക്ക് അഡ്മിഷൻ കിട്ടണം. ഉടമ്പടി വർക്ക് ചെയ്യുന്നത് നോട്ട് ബൈ മെറിറ്റിലാണ്, ബട്ട് ബൈ ഗ്രേസിലാണ്. അതാണ് നമ്മുടെ പിടിവള്ളി, അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. ആ വാഗ്ദാനത്തിലാണ് ഉടമ്പടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഓർക്കുക. വസ്തു വിൽക്കാത്തവരെ, വസ്തു വാങ്ങാനുള്ളവർ, വഴിയില്ലാത്തവർ,
വഴി തരുമെന്ന് പറഞ്ഞിട്ട് 30 കൊല്ലമായിട്ട് വഴി കിട്ടാത്തവർ, എപ്പോഴും ശരീരത്തിൽ നിന്ന് കൺട്രോളില്ലാതെ മൂത്രം പോകുന്നവർ, മലം പോകുന്നവരുണ്ട്, രക്തം പോകുന്നവർ. കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തും. 10,000-ങ്ങളാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അവരെല്ലാവരും സൽപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. കൃപാസനം ഒരു പുഴയല്ല, ഒരു മഞ്ഞും മഴയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ മലയിലൂടെ സൽപ്രവൃത്തികളുടെ 10,000 നദികൾ ഒഴുകുകയാണ്. ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതിനെ പോരാ, 10,000 മനുഷ്യരെ കൊണ്ട് കാരുണ്യ പ്രവൃത്തി ചെയ്യിക്കുന്ന ഒരു ദൈവിക സംവിധാനമാണ് ഉടമ്പടി. ആ ഉടമ്പടിയുടെ എടുത്തിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾ നമുക്ക് എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. കാര്യം എല്ലാം ഒരു അമ്മ എടുത്തുനിന്നാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അമ്മയും നമ്മളെല്ലാവരും ഒന്നാണ്. അതുപോലെ തന്നെ അതിനേക്കാളും ശക്തമായി യേശുക്രിസ്തുവിനും അമ്മയാണ് യേശുക്രിസ്തുവിൻ്റെ നമ്മുടെ ജീവിതത്തിലെ ഇടപെടൽ ഉറപ്പുവരുത്തുന്ന മാധ്യസ്ഥ ശക്തി. അത് അപ്രതിരോധ്യമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നമുക്ക് ഈ മാധ്യസ്ഥ പ്രാർത്ഥനയിൽ ആശ്രയം വെക്കാം. നെറ്റിയിലൊക്കെ കുരു വന്നിട്ട് പുറത്തു പോകാത്തവർ, പാടുള്ളവർ പ്രാർത്ഥിക്കണം. നല്ല വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ നെറ്റിയിലൊക്കെ പഴയ രോഗത്തിൻ്റെ പാടുകൾ കിടക്കുന്ന കാരണം കോംപ്ലക്സ് അടിച്ചിരിക്കുന്നവരുണ്ട്. സ്വയം വിഷമിച്ച് കണ്ണാടി നോക്കുമ്പോൾ ആവശ്യമില്ലാതെ വേദനിക്കുന്നവരുടെ ആന്തരിക സൗഖ്യം കിട്ടണം. അവർക്ക് കോൺഫിഡൻസ് പോയ ആൾക്കാരെ അമ്മേ ഇപ്പോഴും സമർപ്പിക്കുന്നു. ശാരീരികമായി എന്തെങ്കിലും വൈകല്യം കൊണ്ട് കോൺഫിഡൻസ് പോയവരുണ്ട്. ശരീരത്തിൽ മുഖത്ത് മീശൊക്കെ വളരുന്ന ഹോർമോൺ ഡെഫിഷ്യൻസി ഇംബാലൻസ് ഒക്കെ ഉള്ള ലേഡീസുണ്ട്. അവരുടെ കോൺഫിഡൻസ് അവർക്ക് പോയിരിക്കുക. അവിടെ എല്ലാം കർത്താവ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഓരോ രോഗങ്ങൾ, ചിരങ്ങുള്ളവർ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഒരു സാക്ഷ്യം അമ്മ പറഞ്ഞു. എൻ്റെ മകൾ ഡെർമറ്റോളജിസ്റ്റാണ്, പക്ഷേ അവളുടെ കാല് ചിരങ്ങാണ്. അവൾക്കത് സുഖപ്പെടുത്താനുള്ള മരുന്ന് അവളുടെ കയ്യിലില്ല. അപ്പം ഞാൻ ഓർത്തു പിന്നെ എന്താണ് ഇവർ പഠിച്ചത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനി വരുമ്പോൾ അവളുടെ കാല് നല്ല ഗ്ലാസ് പോലെ ഇരിക്കണമെന്ന്. ഞാൻ പറഞ്ഞതിന് ശേഷം പിന്നീട് അവൾ വന്നപ്പോൾ ഒരു മരുന്ന് ഉപയോഗിക്കാതെ ആ കാല് നല്ല പുതിയ കാല് പോലെ ഇരുന്നെന്ന്. അമ്മ എവിടെയെല്ലാമൊക്കെയാണ്. ഒന്നും അമ്മയുടെ കണ്ണിൽ നിന്ന് പുറത്തുള്ള കാര്യമല്ല, ഒന്നും അമ്മയോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുമില്ല. എല്ലാം പറഞ്ഞ് എല്ലാ മേഖലകളിലും അമ്മ ക്രിസ്തുവുമായി നിന്നെ ഒന്നിപ്പിക്കുകയാണ്. അത് ഉടമ്പടി പോലെ ഒന്നിപ്പിക്കുന്ന, ദൈവമായിട്ട് നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരു സംവിധാനം ഇല്ലെന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഏതാണെന്ന്. കാരണം ദൈവം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ചെയ്തിരിക്കുന്ന ഉടമ്പടിയാണ്. ആദിമസഭയോട് ദൈവം പറഞ്ഞതാണ്, നിന്റെ കണ്ണീരെല്ലാം ഞാൻ തുടച്ചു മാറ്റുമെന്ന്. ആദിമസഭയ്ക്ക് എപ്പോഴും മതപീഡനമായിരുന്നു. നൈജീരിയയിൽ ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പോലുള്ള മതപീഡനങ്ങൾ. ആ മതപീഡനത്തിൻ്റെ കാലത്തും ദൈവം വാഗ്ദാനം ഇറക്കി കൊടുത്തു, നിൻ്റെ കണ്ണുനീര് ഞാൻ ഒപ്പിയെടുക്കുമെന്ന്. അവിടുന്ന് നിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം ഒപ്പിയെടുക്കുമെന്ന് അവസാനം വരെ ദൈവം ഉടമ്പടി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. വാഗ്ദാനങ്ങൾ ആധ്യാത്മികത എല്ലാത്തിലും വലുതാണ്. കാരണം അത് വരാതിരിക്കുന്ന ജീവിതത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് 1 തിമോത്തി 4:8 നമ്മൾ ധ്യാനിച്ചു. അത് ദൈവപൈതരെ, നിനക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും കുറഞ്ഞു പോയാൽ അടുത്ത സ്ഥലത്തേക്ക് വരുമ്പോൾ അത് റീഫണ്ട് ചെയ്യാം. കാര്യം എല്ലാം ഐ വിൽ റീഇൻസ്റ്റേറ്റ് യുവർ ലൈഫ് എന്നാണ്. നിൻ്റെ ഭാഗധേയത്തെ ദൈവം പുനഃസ്ഥാപിക്കാം. അതെല്ലാം വാഗ്ദാനങ്ങളാണ് വചനത്തിൻ്റെ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഞാനിന്ന് അനുഭവിക്കുന്ന എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ വിവാഹം, എൻ്റെ മക്കള്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ദുർനടപ്പുകള്, പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകള്, സാമ്പത്തിക കടങ്ങള്, വിൽക്കാത്ത ഭൂമി, വാങ്ങാൻ പറ്റാത്ത വീട്, എല്ലാ മേഖലകളിലും ദൈവമേ ഇടപെടണമേ. കുഞ്ഞുങ്ങളെ എവിടെ പഠിപ്പിക്കണം? പഠിക്കുന്ന സ്ഥലത്ത്, ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭക്ഷണം കിട്ടി, സമാധാനത്തോടെ പണം കിട്ടി, ശമ്പളം കിട്ടി, ജീവിക്കാൻ പറ്റാത്തവര്, കിട്ടാത്തവര്
PR കിട്ടാത്തവരെ, പലതരത്തിലുള്ള ജീവിത സമ്മർദ്ദങ്ങളുമായി ജീവിക്കുന്നവരെ ഇപ്പോഴേ ഏറ്റെടുക്കണമേ. മക്കളില്ലാത്തവരെ ഏറ്റെടുക്കണമേ. കേസുള്ളവരെ, കേസുകളുള്ളവരെ, വ്യവഹാരങ്ങളുള്ളവരെ ഏറ്റെടുക്കണമേ. ജീവിത ജോലികള്, വരുമാന മാർഗങ്ങള്, ഒന്നുമില്ലാത്തവരെ ഏറ്റെടുക്കണമേ. കച്ചവടമില്ലാത്തവരെ, കസ്റ്റമേഴ്സ് ഇല്ലാത്തവരെ, ജപ്തി നടപടി വരാൻ പോകുന്നവരെ, സാമ്പത്തിക കടങ്ങളുള്ളവരെ, കടം പരിഹരിക്കാൻ മാർഗമില്ലാത്തവരെ, രോഗികളെ, സുഖപ്പെടാത്തവരെ എല്ലാം ഏറ്റെടുക്കണമേ. ദൈവത്തിന്റെ കണ്ണ ചൊരിയട്ടെ, ദൈവത്തിന്റെ സൗഖ്യം നിറയട്ടെ. ശ്രുതിക്കട്ടെ. മുട്ട നിൽക്കുക. സമാപന ആശീർവാദം. എല്ലാ ഉടമ്പടി മധ്യസ്ഥതയില് ദിവികാരുണ്യനാഥന്റെ മുന്നിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമനാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമനാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ ആവേ മരിയ, ആവേ 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 മരിയ. കൃപാസനത്തിൽ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാനും പുതുക്കാനും സാക്ഷ്യം പറയാനും അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം സാക്ഷ്യം പറയുന്ന കാര്യങ്ങളാണ് വിശദീകരിക്കേണ്ടത്. കാര്യം ഉടമ്പടി നമുക്ക് എടുക്കാൻ പറ്റും, പക്ഷെ ഉടമ്പടി സ്ഥിരീകരിക്കേണ്ടത് ദൈവമാണ്. സാക്ഷ്യമാണ് ഇതിൻ്റെ സ്ഥിരീകരണം എന്ന് പറയുന്നത്. അപ്പോൾ സാക്ഷ്യം ഇല്ലെങ്കിൽ ആ ഉടമ്പടി സ്ഥിരീകരിച്ചില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. കാര്യം 16:20 മെസ്സേജ്. മർക്കോസ് 16:20. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് അവിടെ പ്രവർത്തനങ്ങളെ സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഉടമ്പടി സ്ഥിരീകരിക്കണമെങ്കിൽ മർക്കോസ് 16:20 വർക്കൗട്ട് ചെയ്യണം. സാക്ഷ്യം ഉണ്ടാകണം. സാക്ഷ്യം ഉണ്ടായാൽ പോരാ, ഞങ്ങളത് അറിയണം. ഞങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് 2 മാർഗ്ഗങ്ങളുണ്ട്. സാക്ഷ്യത്തിൻ്റെ കൗണ്ടറിൽ വന്ന് സാക്ഷ്യം എഴുതി കൊടുത്തിട്ട് പ്രഭുവച്ചൻ അത് സ്കാൻ ചെയ്ത് നോക്കും. നല്ലവണ്ണം അത് ഉടമ്പടി സാക്ഷ്യം തന്നെയാണോ എന്ന് നോക്കി നിങ്ങളെ വിളിച്ച് ചോദിക്കും. എന്നിട്ട് നിങ്ങൾക്കത് സൈൻ ചെയ്ത് തരും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയിൽ ഒരു കടമ്പ കടന്ന്, എന്താ കാര്യം, ഇനി ഒരു ഇഷ്യൂ എങ്കിലും ഉണ്ടാകുക, വേറെ എന്തെങ്കിലും കാര്യത്തിന് ഒരു വിഷയമുണ്ടായി അച്ഛനെ ഒന്ന് കാണണമെന്നൊക്കെ തോന്നിയാൽ ഞാൻ ഉടനെ ചോദിക്കുന്നത് സാക്ഷ്യം പറഞ്ഞതാണെന്നേ ചോദിക്കത്തുള്ളൂ, വേറെ ഒന്നും ചോദിക്കത്തില്ല. ഉടനെ ചോദിക്കുന്നത് സാക്ഷ്യം പറഞ്ഞതാണോ.
അല്ലെന്ന് പറയുകയാണെങ്കിൽ ബ്ലസ് ചെയ്ത് വിടുകയുള്ളൂ. എന്താ കാര്യം? നിങ്ങളുടെ ഉടമ്പടി സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ രോഗികളെ കാണുകയോ വസ്ത്രം കൊടുക്കുകയോ അതുപോലെ കൃപാസനം പത്രം വിതരണം ചെയ്യുകയോ. കാര്യം എന്തിനാണ് കൃപാസനം പത്രം വിതരണം ചെയ്യണത്? യേശുവിനെ അറിയാത്തവരെ അറിയിക്കുകയാണ്. അതെന്തിനാണ്? ഈശോ പറഞ്ഞിട്ടാണ്. അവൻ പറയണ പോലെ ചെയ്യുകയാണ്. എന്താണ്? ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക. കൃപാസന പത്രത്തിലുള്ള എന്താണ്? ഈ മാസം കർത്താവ് പറഞ്ഞ വചനങ്ങളാണ്. ഇപ്പം ഞാൻ പറഞ്ഞ വചനങ്ങളില്ലേ, നിങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ടല്ലോ, എടുക്കാൻ പറ്റിയിട്ടില്ല. കാര്യം ഞാൻ തന്നെ എനിക്ക് കർത്താവ് ഓൺലൈനിൽ തരുന്ന വചനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം പത്രത്തിൽ വരും, അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പത്രത്തിൽ വരും. അത് കർത്താവിൻ്റെ വചനങ്ങളാണ്. പിന്നെ എന്താണ്? 120 സാക്ഷ്യങ്ങൾ കർത്താവ് ചെയ്ത പ്രവൃത്തികളാണ് ഈ മാസം. അപ്പോൾ കർത്താവിൻ്റെ വാക്കുകളും പ്രവൃത്തികളുമാണ് കൃപാസനം പത്രത്തിലുള്ളത്. അത് വ്യഞ്ചരിച്ചാണ് ഞങ്ങൾക്ക് തരണത്. അതുകൊണ്ടാണ് അതെല്ലാ കാര്യങ്ങളും ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ പത്രവും കൊണ്ടുപോകും, അത് കൊടുക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി. അപ്പം അങ്ങനെ തീഷ്ണമതിയായിട്ടുള്ള ആൾക്കാരാണ് അത് വാങ്ങിച്ച്. ഇപ്പം ഞങ്ങൾ 15 പത്രം വാങ്ങിക്കാനേ പറയത്തുള്ളൂ. പക്ഷേ തീഷ്ണമതികളെ കുറേ അധികം പത്രം വാങ്ങിച്ച് പ്രാർത്ഥിച്ച് വിതരണം ചെയ്യും. വെറുതെ കൊടുക്കരുത്, പ്രാർത്ഥിച്ച് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഈശോയെ പറയും, ഈശോയെ നിന്നെ അറിയാം, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയാൻ പാടില്ല, പക്ഷേ ഇത് വാങ്ങിക്കുന്നവർ നിന്നെ വായിച്ചെടുക്കാനും നിന്നെ തിരക്കി പോകാനും വരാനും നിന്നെ തിരക്കി നടക്കാനും ഇടയാകണം, നിന്നെ കണ്ടെത്താൻ ഇടയാകണം. അങ്ങനെ പ്രാർത്ഥിച്ചാണ് പത്രം കൊടുക്കുന്നത്. അത് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണതും അങ്ങനെ തന്നെയാണ്. എന്താണ്? ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കാൻ ഈശോ പറഞ്ഞതാണ്. അവൻ പറയണത് പോലെ ചെയ്യുക എന്നുള്ള ഉടമ്പടി. അങ്ങനെയാണ് ദൈവം നമ്മുടെ കക്ഷിയാകണത്. ആ പ്രവർത്തികളിലൂടെയാണ് ദൈവം പ്രസാദിക്കുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണത്. ആ സാന്നിധ്യമാണ് സഞ്ചരിച്ച് കൂടെ വരണത്. ഇതെല്ലാം ഉടമ്പടിയുടെ ഒരു ഡൈനാമിസമാണ്. അതെല്ലാം ടെക്നിക്കലായിട്ട് അറിഞ്ഞു വേണം കാര്യങ്ങൾ നിറവേറ്റാൻ. അല്ലാതെ നിങ്ങളിങ്ങനെ ചുമ്മാ പത്രം കൊടുക്കണ, സാധാരണ പത്രം കൊടുക്കണ പോലെ കൊടുക്കരുത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചു കൂടി ചെയ്യാൻ പ്രത്യേക ദിവസങ്ങളിൽ കോട്ടയത്ത് ആ കൊച്ചിനെയും കൊണ്ട് മേരി ഷേർലി എന്ന് പറഞ്ഞ പെണ്ണ് സാക്ഷ്യം പറഞ്ഞത്, സഹോദരി സാക്ഷ്യം പറഞ്ഞത്, അവളുടെ കുട്ടിക്ക് ഈ ജെനിറ്റൽ ഓർഗൻ അതിൻ്റെ ബോൾസ് ഇല്ല. അപ്പോൾ കോട്ടയത്ത് കൊണ്ടുചെന്നപ്പോൾ കോട്ടയത്ത് 3 പ്രാവശ്യം ചെന്നിട്ട് ഡേറ്റ് കിട്ടി, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ്. ആ ഡേറ്റ് കിട്ടിയ സമയത്ത് ചെന്നപ്പോൾ അവർ ചെന്നപ്പോൾ അവിടെ ഡേറ്റ് കിട്ടി. പക്ഷെ അവിടെ ചെന്നപ്പോൾ 3 ദിവസം നടന്നിട്ടാണ് ഡേറ്റ് കിട്ടിയത്. അപ്പോൾ അവിടെ ജനറേറ്റർ കംപ്ലൈൻറ്റാണ്. അവിടെ നിന്ന് ചീട്ട് കൊടുത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ നോക്കി ഓപ്പറേഷൻ വേണ്ട കേസാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ശരിയാകത്തില്ല. തിയേറ്ററിൽ എന്തൊക്കെ മെഷീൻ കേടാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു വിട്ട് 2-3 ആഴ്ച നടത്തിയിട്ടാണ് ഡേറ്റ് കിട്ടുന്നത് ഡോക്ടറിൻ്റെ. ഇതിലവിടുന്ന് പറഞ്ഞു വിടും. ഓരോ മനുഷ്യരുടെ പേടുന്ന പാടില്ലേ. അവർ നേരെ അവിടെ അമൃതയിൽ ആരോ ബന്ധമുള്ളവരെ എടുത്ത് ചെന്നപ്പോൾ ഡോക്ടർമാരാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഫീഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾ പാവപ്പെട്ടവരല്ലേ, അപ്പോൾ അതിന് ജനറൽ ആശുപത്രി പോകാൻ പറയും. ജനറൽ ആശുപത്രി ചെന്ന് അത് 3-4 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറിനെ കണ്ട് ഡേറ്റ് കിട്ടിയത് ഓപ്പറേഷൻ്റെ. അപ്പോൾ 2-2.5 മാസം കഴിഞ്ഞേ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ കക്ഷി ഉടമ്പടി എടുത്തതാണ്, അതാണ് വിറ്റ്. ഈ മേരൽ ഷേഡിയുടെ സാക്ഷ്യം കിടപ്പുണ്ട്, ഉടമ്പടി എടുത്ത ആളാണ്. എന്താ ചെയ്യുക? കുഴപ്പമൊന്നും ഞാൻ പറഞ്ഞുതരാം, അത് പിന്നീട് പറഞ്ഞാൽ. എന്നിട്ട് ഇവർ ഓപ്പറേഷൻ ഡേറ്റിന് ചെന്നപ്പോൾ ജനറൽ ആശുപത്രി എറണാകുളത്ത് ചെന്നപ്പോൾ അന്ന് ഡോക്ടറിൻ്റെ അപ്പം മരിച്ചു. അപ്പോൾ അവർ രണ്ടും കൂടി തീരുമാനിച്ചില്ലേ, ഇനി ഒരിടത്തും പോകണില്ല എന്ന് പറയും. അപ്പോൾ ഇവൾ തീരുമാനിച്ച് ഇയാൾ ഉടമ്പടി എടുത്ത് വെച്ചിട്ടുണ്ടല്ല, ഇനി അതൊന്ന് നന്നായിട്ട് ചെയ്യാൻ നോക്കാമെന്ന് പറഞ്ഞ് അന്ന് മുതലാണ് ഇവൾ ഷെയർ ചെയ്യണത്. എൻ്റെ ദൈവമേ, ആ പ്രത്യക്ഷീകരണം തിരിയും കത്തിച്ച് പ്രത്യക്ഷീകരണവും പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് ആ ഉടമ്പടി ഷെയർ ചെയ്ത് ആ പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങി 24 മണിക്കൂർ കഴിഞ്ഞില്ല കൊച്ചു കുളിച്ചുകൊണ്ട് വരുമ്പോൾ ഈ 2 ബോളും ഇറങ്ങി വന്നിരിക്കണേ. ഒരു ഓപ്പറേഷനും ഇല്ല, ഒരു ആശുപത്രിയും ഇല്ല, സൂപ്പർ സ്പെഷ്യാലിറ്റി ഇല്ല, ഒന്നുമില്ല, യേശു മാത്രം. ഇത്രയും അതെന്താ ഇവർക്ക് പറ്റിയ സംഭവം? ഇവർ ഉടമ്പടി ഉഴപ്പി ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം വേറെ പല ഭാഗങ്ങളിലും ഇതാണ് ഫസ്റ്റ് റെഫറൻസാണ് ഈ പ്രശ്നം. ഫസ്റ്റ് റെഫറൻസിൽ ആണ് ഇവർ ഉടമ്പടി എടുത്ത് വെക്കും, പക്ഷെ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യത്തില്ല. ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞൊരു കാര്യമില്ല, സാക്ഷ്യം കിട്ടാതെ ഞങ്ങളത് അംഗീകരിക്കത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. സാക്ഷ്യം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഉടമ്പടി നിങ്ങൾ ഉഴപ്പുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. വേറെ ഒരു അർത്ഥവും അതിനില്ല. കണ്ണീരോടെ പ്രാർത്ഥിക്കണില്ല, ഉടമ്പടി ഉഴപ്പുന്നുണ്ട്. അതിന് ഭാഗികമായിട്ട് ചെയ്യും ചില ആൾക്കാർ, അത് ഭാഗികമായിട്ട് ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കണം. അപ്പനെ അമ്മ നോക്കിയാൽ പോലും ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. വേറെ രോഗികളെ പോയി കാണണം,
മറ്റത് കടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം അമ്മ നമുക്ക് തന്ന കടം നമ്മൾ തിരിച്ചു കൊടുക്കണ പോലെയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക.